നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്ക്. നിങ്ങൾക്കറിയോ, ഈ പ്രായമുള്ളവരുണ്ട്, പണ്ടുള്ള മൊയ്തീൻ ഷെയ്ഖിന്റെ പ്രാധാന്യം ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിനുണ്ടോ? ഉണ്ടോ? പണ്ട് മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറയുന്ന അത്ര ഇപ്പൊ പറയുന്നുണ്ടോ? ഇപ്പൊ ആരെ പറ്റിയാ പറയുന്നത്? ആരെ പറ്റിയ? ആരെ പറ്റിയ? എന്താ ഒച്ചല്ലേ? മടവൂര്. എന്തേ അങ്ങനെ ആയിപ്പോയത്? സി എ മടവൂര് എക്സ്പയർ ആയോ? അല്ല, മൊയ്തീൻ ഷെയ്ഖ് എക്സ്പയർ ആയോ? അല്ല, മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞാല് അതിന്റെ വരുമാനം ബഗ്ദാദിലാ കിട്ടുക. ഇവിടെ മൊയ്ലിയർ കിട്ടുവോ? ഇവിടെ മൊയ്ലിയർ കിട്ടണം, ഇവിടുത്തെ ആളെ പറ്റി പറയണം. വേണ്ട, ഇവരെല്ലാരേക്കാൾ വലിയല്ലേ അബൂബക്കർ സിദ്ദീഖ്. എന്താ പറയാത്ത? ചിറ്റടിമീത്തൽ അബൂബക്കറിനെ പറ്റി. ചിറ്റടിമീത്തൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ സി എം മടവൂര്. ഈ സി എം മടവൂരിന്റെ പോരിശ നിങ്ങൾക്കറിയാം. സി എം മടവൂരിന് ഉണ്ടായ കറാമത്ത് ലോകത്ത് അമ്പിയാക്കൾക്ക് പോലും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ലോകത്തെ എല്ലാ അമ്പിയാക്കളുടെയും മുജത്ത് കൂട്ടിയച്ചാല് മൂപ്പരെ 10% പോലും ആവില്ല. എന്താ കാരണം? മൂപ്പരെ കറാമത്ത് കൂട്ടിയടിച്ചാല് പണത്തിന്റെ ഗാന്ധിത്തലയുടെ അട്ടി കൂടും. എന്നാ തിന്നാനാണ്, മിണുങ്ങാനാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്ക് സംശയമല്ല. തൊണ്ടേന്ന് ഈമാൻ ഇറങ്ങാത്തവരാണ് പുരോഹിതന്മാര്. തൊണ്ടേന്ന് ഇങ്ങോട്ട് ഈമാൻ ഇറങ്ങാത്ത ഈ ഭാഗത്ത് വലമ്മ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഇവിടെ കുലൂബില് കൽബിൽ എന്ത് ചെയ്തില്ല? ഈമാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഒരു പടച്ചോനിലേക്കല്ലേ ക്ഷണിക്കുക? വേണ്ടെന്നേ. ഒരു നബി വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു നബീനെ എടുക്കുക, ഏതെങ്കിലും ഒരു പ്രവാചകനെ ഖുർആനിൽ എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എടുക്കുക. ഇബ്രാഹിം നബി ബാപ്പാനോട് എന്താ പറയുന്നത്? യാ ബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കാണാത്ത, കേൾക്കാത്ത, പ്രയോജനമില്ലാത്ത ഈ കല്ലിനെ ആരാധിക്കുന്നു ബാപ്പ. എന്തൊരു വിരോധാഭാസമാണ് ഉപ്പ. ആകാശഭൂമികളുടെ റബ്ബിനെ ആരാധിക്കൂപ്പ. സൂര്യനെ, ചന്ദ്രനെ നിയന്ത്രിക്കുന്ന റബ്ബിനെ, മാലിക്കുൽ മുലൂക്കായ റബ്ബിനെ, പ്രപഞ്ചത്തിന്റെ നാഥനെ. ശരി, ഈ ഇബ്രാഹിം നബിയുടെ ദേവത്ത് സൂറത്ത് ഇബ്രാഹിം എന്ന അധ്യായത്തിലുണ്ട്, സൂറത്ത് ബക്കറയിലുണ്ട്, സൂറത്ത് മറിയമിലുണ്ട്, സൂറത്ത് ആറാഫിലുണ്ട്, സൂറത്ത് അംബിയായിലുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ജീവിതത്തിൽ ഒരു നബി ആയതിനു ശേഷം മോനെ ഇസ്മായിൽ നൂനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് ദുആ ചെയ്യണം കേട്ടോ. അള്ളാഹ് കൊടുത്ത കഴിവെന്ന്. മരണപ്പെട്ട നൂനബിയെ വിളിക്കാൻ തെറ്റില്ല മോനെ, ഞാൻ അള്ളാഹിനെ വിളിക്കണമെന്ന് ബാപ്പാനോട് പറയുമ്പോ മോനെ തെറ്റിദ്ധരിക്കരുത്, അള്ളല്ലാത്ത മരിച്ചുവരെ വിളിക്കാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് എന്തുകൊണ്ട് അവരാരും പറഞ്ഞില്ല? ഒരു തൗഹീദിൽ ക്ലാരിറ്റി വരുത്താൻ പോലും ഒരു നബിക്ക് കഴിഞ്ഞില്ലേ? സമസ്തക്കാരുടെ ദേവത്ത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയണം? ഞാൻ പ്രാർത്ഥന നോക്കൂ, കുൽ പറയൂ നബിയേ, ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനോടെ ദുആ ചെയ്യൂ, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കേർക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ ഇബ്രാഹിം നബിയെ കാക്കണേന്ന് പറയൂല. ശരിക്കും ഈ ആയത്ത് പഠിപ്പിക്കുമ്പോ സമസ്തക്കാര് പറയുന്ന വിശ്വാസാണ് റസൂലുള്ളാന്റെ വിശ്വാസമെങ്കിൽ റസൂൽ എന്ത് പറയണം? അബൂബക്കറെ, ഉമറെ, ഉസ്മാനെ, അലി, തെറ്റിദ്ധരിക്കരുത്, ഞാൻ മരിച്ചാല് എന്നെ വിളിക്കരുത് നല്ലട്ടോ പറഞ്ഞേ. അല്ല എനിക്ക് തന്ന കഴിവ് കൊണ്ട് ഞാൻ നിങ്ങളെ കാണും, കേൾക്കും, അറിയും, നിങ്ങളെ സദസ്സിൽ വരും, ഞങ്ങൾക്കൊക്കെ കൈ തരും, ഞാൻ വിളിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ എന്ന സ്ഥലത്ത് പോയി ദൈവത്തെടുത്തി കൊടുയും. അങ്ങനെ പറഞ്ഞത്ര അജ്മീർ ഖാജയോട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാജ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുഈനുദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ റാക മസ്കനുക വ മദ്ഫനുക. ഇനി നിങ്ങൾ ദഅവത്ത് നടത്തേണ്ടത് ഇന്ത്യയിലാണ്. നിങ്ങളെ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അഥവാ ഹയാത്ത് കാലത്തും മരണശേഷവും നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഇന്ത്യ രാജ്യമാണ്. നിങ്ങൾ ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ്. സുൽത്താൻ ഭരണാധികാരിയാണ്, വലിയ രക്ഷാധികാരിയാണ്. ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. മദീനത്തേക്ക് നബി വിളിപ്പിച്ചു അദ്ദേഹത്തെ. എന്നിട്ട് അദ്ദേഹം അവിടെ പോയി എന്നിട്ട് പറഞ്ഞത്രേ, ആ നാട്ടിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടേണ്ടതുണ്ട്, അന്നെ ഞാൻ അവിടെ ദായിയായിട്ട് നിയമിക്കുന്നത്. അങ്ങനാണെങ്കിൽ റസൂലുള്ളാഹ് വിട പറയുമ്പോ പറയണോ? അലാ ഫല്ലുബല്ലിഗ് ഷാഹിദുൽ ഗൈബാൻ. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർ എത്തിച്ചു കൊടുക്കണ പ്രദേശത്തേക്ക് ഓരോരുത്തരെ വിളിച്ച് നബിക്കാൻ ഏൽപ്പിച്ച പോരാ ദൗത്യം. ചിന്തിക്കില്ല ആളുകൾ, ഒരിക്കൽ പോലും ചിന്തിക്കില്ല. ഈ പറഞ്ഞ കള്ളക്കഥ അങ്ങനെ കേൾക്കും, അതങ്ങനെ വിശ്വസിച്ച് എന്തോ വലിയ കഴിവുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ന് കരുതി അങ്ങനെ അവരുടെ പിന്നാലെ. അതുകൊണ്ട് വരുന്നത് എന്താ? അത് പറയൽ നിർബന്ധമാണ്. ഉസ്താദുമാരുടെ ദേവത്ത് കൊണ്ട് ഇത് ഞാൻ എൻ്റെ ആത്മാർത്ഥതയിൽ നിന്നൊരു ഭയങ്കരമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളൊക്കെ, ഞാനിപ്പോ ഇവിടെ വന്നിട്ട്
ഒരു വ്യക്തിയുടെ പോരിശ് എങ്ങനെ പറയാന്ന് വിചാരിക്കാം. കേരളത്തിൽ ഏത് വേദി എനിക്ക് കിട്ടിയാലും ആ വ്യക്തിയുടെ മഹത്വത്തെ കുറിച്ചാണ് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുകയാണോ ചെയ്യുക, ആ വ്യക്തിയിൽ നിങ്ങൾ കൂടുതൽ അകലുകയാണോ ചെയ്യുക? എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? ആ വ്യക്തിയിലേക്ക് അടുക്കും. ഇനി ഒരാള് അള്ളാഹുവിനെ പറ്റി മാത്രം പ്രസംഗിക്കുന്നു, അള്ളാഹുവിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ മേന്മ. കാരണം അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് നെഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിങ്ങളെ ജീവനാഡിയേക്കാളും അടുത്ത റബ്ബാ ഞാൻ. ആണല്ലോ, എങ്കിൽ ജീവനാഡിയേക്കാളും അടുത്തവനാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുക വഴി ആ റബ്ബിനെ വിളിക്കാനുള്ള ടെൻഡൻസിയാണോ വർദ്ധിക്കുക, അല്ല മൊയ്തീൻ ശൈഖിനെയോ ഉള്ളാളന്നങ്ങളെയോ അമ്രതങ്ങളെയോ CM മടവൂരിനെയോ വിളിക്കാനുള്ള ടെൻഡൻസിയാണോ വർദ്ധിക്കുക? നൗഷാദ് അഹ്സനിയുടെയും മുഹമ്മദ് അഹ്സനിയുടെയും പകര അഹ്സനിമാരുടെ പ്രസംഗം കൊണ്ട് അള്ളാഹുവിലേക്കാണോ സ്ത്രീകൾ അടുക്കുക, അല്ല ദർഗയിലേക്കാണോ അടുക്കുക? പറയൂ. പള്ളിയിൽ നിങ്ങൾ പോകാറില്ല, അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിങ്ങൾ കരയാറുമില്ല. പക്ഷെ നിങ്ങൾ ദർഗയിൽ പോകാറുണ്ട്, ദർഗയിൽ നിങ്ങൾ കരയാറുമുണ്ട്. കാരണം നിങ്ങളുടെ പടച്ചോനാണ് ആ ദർഗയിൽ കിടക്കുന്നത്.